PM-ശ്രീ പദ്ധതി അങ്ങനെ CPM-ഉം CPI-യും തമ്മിലുള്ള ഭിന്നിപ്പിൻ്റെ അതിരൂക്ഷമായ സാഹചര്യങ്ങൾ ഒരുക്കാൻ കാരണമായി. അല്ലെങ്കിലും ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുന്ന അവസ്ഥയിലാണ് CPI ഇപ്പോഴും ഇടതുമുന്നണിയിൽ കഴിയുന്നത്. നേരത്തെ തന്നെ CPI വളരെ വ്യക്തമായി പറഞ്ഞു, ഈ പദ്ധതിയിൽ നിന്നും CPIM പിന്മാറാൻ താല്പര്യം അറിയിച്ചാൽ മാത്രമേ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാർ പങ്കെടുക്കൂ എന്ന് സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം വളരെ വ്യക്തമായി പറഞ്ഞതാണ്. നമുക്കറിയാം, CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബിക്ക് പുല്ല് വരെയാണ് കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ CPIM കമ്മിറ്റിയാണ് കാര്യങ്ങളുടെ എല്ലാ രീതികളും നടത്തിപ്പും തീരുമാനിക്കുന്നത്. കാരണം നമുക്കറിയാം, കേരളത്തിൽ മാത്രമേ CPIM ഉള്ളൂ. MV ഗോവിന്ദൻ്റെ വിലയൊന്നും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് മാർക്സിസ്റ്റുകാർ MA ബേബിക്ക് കൊടുത്തിട്ടില്ല. MA ബേബി ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരിക്കാം, പക്ഷേ മിണ്ടാട്ടമില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നോ അത് ഏറ്റുപാടാൻ ഒരു കോമാളി വേഷം കിട്ടിയ വ്യക്തിയായാണ് ബേബി അതപ്പതിച്ചിരിക്കുന്നത്. അത് ബേബിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, CPIM-ന്റെ ഗതികേടാണത്. ഇനി ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ പിണറായിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് കഴിയുന്നുണ്ട്. CPI നേതാക്കൾ തുറന്നടിക്കുന്നത് AISF-ഉം AIYF-ഉം സംയുക്തമായി സമര പരിപാടികളിലേക്ക് കടക്കും എന്നത് തന്നെയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതുപോലെ പലയിടത്തും CPI സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ബോധപൂർവമായി മാർക്സിസ്റ്റ് പാർട്ടി BJPയുടെ കൂടെ കൂടി ഒത്തുകളി നടത്തുന്നതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ, അതുമാത്രമല്ല അജിത് കുമാറിനെ കൂട്ടുപിടിച്ച് വലിയ രീതിയിൽ അവിടെ പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം CPI നേതാക്കൾ തന്നെയാണ് തുടക്കം മുതലേ പറഞ്ഞത്. CPIയുടെ തൃശ്ശൂർ ജില്ലയിലെ നേതാവായ VS സുനിൽകുമാർ അടക്കം, ഇപ്പോഴത്തെ മന്ത്രിയായ റവന്യൂ മന്ത്രിയായ K രാജൻ അടക്കമുള്ള നിരവധി പേർ ഈ വിഷയത്തിനെ കുറിച്ച് കൃത്യമായി പറയുക തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴിതാ പല കാര്യങ്ങളിലെയും ആ അഭിപ്രായ വ്യത്യാസം ഏറ്റവും രൂക്ഷമായി വന്നിരിക്കുകയാണ്. മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നതിലേക്ക് CPI ഒരു കാരണവശാലും പോകരുത് എന്നൊക്കെ MA ബേബി പറയുന്നു. ആരെ ബോധിപ്പിക്കാനാ? ഇതിനകത്ത് പിണറായി വിജയൻ്റെ ഏതൊക്കെ രീതിയിലുള്ള ഇരട്ടത്താപ്പാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി CPI കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. CPIM-ന് RSS-ഉമായി പല കാര്യങ്ങളിലും വിധേയത്വമുണ്ട്. പ്രത്യേകിച്ചും പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആക്രമിക്കാതിരിക്കണമെങ്കിൽ ഇതേ ഉള്ളു വഴി. അതിനുവേണ്ടി PM-ശ്രീ പദ്ധതിയിലെന്നല്ല, RSS-ന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്കോ അതല്ലെങ്കിൽ RSS-ന്റെ പരിപാടികളിലേക്കോ വിളിച്ചാൽ അദ്ദേഹം ചെല്ലും, അദ്ദേഹം സഹകരിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി. അധികാരം കിട്ടാൻ വേണ്ടി ഏത് നെറികേടും അദ്ദേഹം കാണിക്കും. CPIക്ക് നാണവും മാനവും അഭിമാനവും ബാക്കിയുണ്ടെങ്കിൽ മുന്നണി വിടുക എന്നതേ നിവർത്തിയുള്ളൂ എന്ന് C ദിവാകരനും അതുപോലെ KE ഇസ്മയിലുമൊക്കെ അതുകൊണ്ടാണ് പറയുന്നത്.